കുടുംബജീവിതം എന്താണെന്നും കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ, ഒരു യുവാവും ഒരു യുവതിയും, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വിവാഹമെന്ന കൂദാശയുടെ ഒന്നായി തീരുകയാണ്. രണ്ട് കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാവുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ടു സ്ത്രീയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. ഇതൊരു രഹസ്യമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികൾ ഒന്നാവുകയാ. ഒരു മനസ്സ്, ഒരു ശരീരം, ഒരാത്മാവ്, ഒരു ഹൃദയം, എല്ലാം ഒന്നായിട്ട് മാറുകയാണ് വിവാഹത്തിലൂടെ. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും രണ്ട് മനസ്സ്, രണ്ട് ഹൃദയം, വ്യത്യസ്തമായ ചിന്തകൾ, അസ്വസ്ഥതകളൊക്കെ പല കുടുംബങ്ങളിലുണ്ട്. ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവണം. വെളിപാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, നിനക്കെതിരെ എനിക്ക് ഒന്ന് പറയാനുണ്ട്. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. എവിടെ വെച്ചാണ് അധപ്പതിച്ചെന്ന് ചിന്തിക്കുക. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. നിന്റെ കുടുംബജീവിതത്തിൽ എവിടെ വെച്ചാണ് സ്നേഹം നഷ്ടമായത്? വിവാഹം കഴിച്ചിട്ട് 10 വർഷം, 15 വർഷം, 25, പക്ഷേ 50 ഇവിടെ ഉണ്ടായേക്കാം. ഇന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മനസ്സുകൾ തമ്മിൽ അകന്നുപോയി, ഹൃദയങ്ങൾ അകന്നുപോയി. ഒരു ബെഡ്റൂമിൽ 2 കട്ടിൽ കിടക്കുന്നവർ, അല്ലെ 2 ബെഡ്റൂമിലായിട്ട് മാറിക്കിടക്കുന്നവർ, മനസ്സുകൾ അകന്നുപോയി, ഹൃദയങ്ങൾ അകന്നുപോയി. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഒരു മനസ്സും ഒരു ശരീരവും ഒരു ഹൃദയവുമായിരിക്കേണ്ടവർ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് മനസ്സുകൊണ്ട് അകന്നു ജീവിക്കുന്നവർ. നിങ്ങൾ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് വചനം പറയുന്നു. പക്ഷേ 2 ഹൃദയമായിട്ടാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പല കുടുംബത്തിൻ്റെയും അവസ്ഥ ഇതാണ്. ഇന്ന് ഞാൻ എറണാകുളത്ത് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിക്കണമായിരുന്നു. അവരുടെ വിഷമമൊക്കെ കിട്ടി എന്നെ പ്രാർത്ഥിച്ചു. ഒരു സഹോദരി വന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കരയാണ്, ഭയങ്കരമായിട്ട് കരയുക. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ആ കസരയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് കാണാമെന്ന് പറഞ്ഞു. എല്ലാവരെയും കണ്ടു കഴിഞ്ഞിട്ട് ഒരു കസര ഇട്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സഹോദരിയുടെ വിഷമം? അവർ പറയുകയാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. 2 മക്കള്, ഒരു ആണും ഒരു പെണ്ണും, സന്തോഷമായ കുടുംബജീവിതം. എൻ്റെ 21-ാമത്തെ വയസ്സിൽ എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്തോ ഒരു ചെറിയ ജോലി ഉണ്ടായിട്ട് ജോലി ചെയ്തും കഷ്ടപ്പെട്ടും ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി. 2 പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം, മൂത്തവന് നല്ല ഉന്നത വിദ്യാഭ്യാസം, അവന് ഷാർജയിൽ ജോലി ഉണ്ടായിരുന്നു. 2-ാമത്തത് മോള്, അവൾ ടീച്ചറാണ്. അവിടെ വിവാഹം കഴിപ്പിച്ചയച്ചു. അവളും ഭർത്താവും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ മകൻ, അവൻ ഷാർജയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കമ്പനിയിൽ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായി. എറണാകുളം സ്വദേശിനിയാണ്, ക്രിസ്ത്യാനിയാണ്. അവൾ വിവാഹം കഴിച്ച് 2 മക്കളുള്ള ഒരു സ്ത്രീ. എൻ്റെ മകൻ അവളെ വിവാഹം കഴിച്ച് ഇപ്പോൾ എൻ്റെ മകൻ അവളുടെ കൂടിയാണ് ജീവിക്കുന്നത്. ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ മകനുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല. അവൻ അവൻ്റെ വഴിക്ക് ജീവിക്കുന്നു. അമ്മയെ അന്വേഷിക്കാനോ ഇല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഞാൻ കൊടുത്തതാ, കഷ്ടപ്പെട്ടതാ. ഇന്ന് എനിക്ക് ആരുമില്ല. അമ്മ ഇരുന്ന് കരയുക. 21-ാമത്തെ വയസ്സിൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൊണ്ടുപോയി. ഇതേ മകനിങ്ങനെ, മകനായിരുന്നു ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അവൻ ഷാർജയിൽ ജോലിയുണ്ട്, 2 മക്കളുള്ള ഒരു സ്ത്രീയുടെ കല്യാണം കഴിച്ച് അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. മകള് ഭർത്താവിനോട് ജീവിക്കുന്നു. വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ ചേച്ചി പറയുകയാണ്, എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഇപ്പോൾ ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ട് പ്രയാസത്തിലാണെന്ന് പറഞ്ഞ സഹോദരി
ഇരുന്ന് കരഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു നിങ്ങളോട്. ഇതുപോലെ തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. എവിടെ വെച്ചാണ് നീ അധപ്പതിച്ചത്? വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യ നാളുകളിലെ ആ സ്നേഹം ഇന്ന് നിങ്ങൾക്കുണ്ടോ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്നേഹമൊക്കെ തണുത്തുപോയില്ലേ? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, എൽക്കാന എന്നൊരു മനുഷ്യൻ. ആ മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അത് പഴയ നിയമമാണ് കേട്ടോ. പുതിയ നിയമത്തിൽ ഒറ്റ ഭാര്യയുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ 2 ഭാര്യമാരൊക്കെയുള്ള ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്. തമാശല്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ ഇവിടുത്തെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഇത് ഏത് ഡിസ്ട്രിക്റ്റാണ്? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ കാര്യമേ ഞാൻ വേണ്ടിയിട്ടില്ല. ഞങ്ങളുടെ പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ കുഴപ്പക്കാരുണ്ട്, അവരുടെ കാര്യമാണ്. ചേച്ചിമാർക്കൊക്കെ സന്തോഷമായി. ഹല്ലേലൂയ. ഇതുപോലെ കുഴപ്പമുള്ള കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഭാര്യയുണ്ട്, എന്നാലും വേറെ ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. എൽക്കാന എന്ന മനുഷ്യന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചില ചേട്ടന്മാരെങ്കിലും മനസ്സിൽ ഇപ്പം ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, ആ എൽക്കാന ആ 2 എണ്ണത്തിനെ എങ്ങനെ സഹിച്ചോ? ഞാൻ 1 എണ്ണത്തിനെ എത്ര കൊല്ലമായിട്ട് സഹിക്കുന്നു. ദൈവമേ, നീ എന്നെ ഒന്ന് എടുക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലെങ്ങനെ ചിന്തിച്ചിട്ടുള്ള ചില ചേട്ടന്മാർ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. വെളി മിണ്ടാനൊക്കത്തില്ലല്ലോ, സഹിച്ചല്ലേ പറ്റൂ. അങ്ങനെ സഹിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. ഒത്തിരി സഹിച്ച ഒരു ചേട്ടനെ കുറിച്ച് ഞാൻ പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വലിയ തുറ ബൈബിൾ കൺവെൻഷൻ നടക്കുക കോവിഡിന് മുൻപ്. ആ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും വരുന്നു. ഒരു ചേട്ടൻ ഇങ്ങനെ മാറി നിൽക്കുക. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എൻ്റെ അടുക്ക വന്നു. എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു 10 മിനിറ്റ് തരണം. ഞാൻ പറഞ്ഞു, കേൾക്കാം, പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മനുഷ്യൻ്റെ വിഷമം കേൾക്കുക. 16 വർഷക്കാലം ഗൾഫിൽ ജോലി ചെയ്തു. 2 മക്കള്, ഭാര്യ. സ്ഥലം മേടിച്ചു തിരുവനന്തപുരത്ത് ഒരു വീട് വെക്കുവാൻ. ഭാര്യയുടെ പേരില സ്ഥലം എഴുതിയത്. മിടുക്കൻ. അങ്ങനെ ആദ്യത്തെ അബദ്ധം പറ്റി. ആ സ്ഥലത്ത് മനോഹരമായ ഒരു വീട് പണിതു. എന്നോട് പറഞ്ഞ എല്ലാ മാസവും നല്ല സാലറി ഉണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. മക്കളൊക്കെ പഠിച്ചു മിടുക്കരായി. അവസാനം ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഇനി ഭാര്യയുടെ മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള തീരുമാനത്തിൽ നാട്ടിലെത്തി. അദ്ദേഹം പറയുകയാണ്, ഏകദേശം ഒരു 35 ലക്ഷം രൂപ എൻ്റെ കണക്കനുസരിച്ച് ഭാര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം, ഞാൻ അയച്ചു കൊടുത്തതനുസരിച്ച്. വന്ന് ഏതാനും ദിവസമൊക്കെ നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഭാര്യയുടെ അക്കൗണ്ടിൽ പൈസ ഒന്നുമില്ല. ഭാര്യയുടെ അക്കൗണ്ടിൽ കാശൊന്നുമില്ല. വൈഫിന് ഒരു ബ്യൂട്ടി പാർലറുണ്ട്. ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ചില ചേട്ടന്മാർക്കൊക്കെ അങ്ങനെ പണമൊക്കെ വായ്പ കൊടുത്തതും അങ്ങനെയൊക്കെ എങ്ങനെയാട്ടെ പല വഴിക്ക് ഈ കാശൊക്കെ പോയി. അദ്ദേഹം പറയുകയാണ്, അധ്വാനിച്ചുണ്ടാക്കിയ പണം അങ്ങനെ നഷ്ടപ്പെട്ടു. ഒരു 35 ലക്ഷം രൂപ മിച്ചം കണ്ട അത് പോയി. അതുകൂടാതെ വീടും സ്ഥലവും എല്ലാം അവരുടെ പേരിലാണ്. ആ ചേട്ടൻ പറയാ, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. അവളെ വിശ്വസിച്ച് ഇതൊക്കെ ചെയ്ത. ഭാര്യക്കിട്ട് അടി കൊടുത്തു, ഭാര്യക്കിട്ട് തല്ലി. കാരണം ദേഷ്യവും സങ്കടവും സഹിക്കാൻ പോയതാ അടി കൊടുത്തത്. അവൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കൊടുത്തു. മണിക്കൂറുകൾക്കകം അദ്ദേഹം പറയാ, പോലീസ് വന്നെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയിട്ട് പോലീസ് എന്നെ തല്ലി. അതിന് കാര്യമുണ്ട്. കാരണം അവൾക്ക് പോലീസുകാരുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. പോലീസുകാരൊക്കെ ആയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് നല്ല കണക്ഷനാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മൊത്തം തീർന്നു, ജീവിതം തീർന്ന മനുഷ്യൻ എന്നോട് പറയുക, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥയില്ല. മക്കള് മക്കളുടെ വഴിക്ക്, ഭാര്യ ഭാര്യയുടെ വഴിക്ക്. അദ്ദേഹം പറഞ്ഞു, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ സഹായിച്ച് ഒരു ഓട്ടോറിക്ഷ, ഒരു പഴയ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. ഇപ്പം അതുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. സമാധാനം വേണ്ടേ? രാവിലെ ഇറങ്ങും, പെട്രോളൊക്കെ അടിച്ചിട്ട് ഓട്ടോയൊക്കെ ആയിട്ട് നടക്കും. ഡെയിലി ഒരു 10-600 രൂപ പിരിഞ്ഞു കിട്ടും. അത്യാവശ്യം ചിലവൊക്കെ കഴിക്കും. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ബാക്കി 100-250 രൂപ കൊണ്ട് പിള്ളേരുണ്ട്, മക്കളെ കൊടുത്തേക്കും. അവരെന്തെങ്കിലും ചെയ്യട്ടെ.
അങ്ങനെ ഇതുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഈ നാട്ടിൽ ജീവിക്കുക. ജീവിതത്തിൽ എല്ലാം തകർന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഇത് കെട്ടുകഥയല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവം ഇത്. ആ മനുഷ്യൻ പറയുമ്പോൾ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിന് ചോരയുടെ നിറമുണ്ട്. ഹൃദയം തകർന്ന മനുഷ്യൻ നിൽക്കുക. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യയുടെ തോന്നിവാസം മൂലമായി സംഭവിച്ചത്. മക്കളൊക്കെ അമ്മയുടെ സൈഡാണ്, ആരും ആ മനുഷ്യന്റെ സൈഡില്ല. വർഷങ്ങളോളം കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ വെറും ഒറ്റക്കാരനായിട്ട് മാറുകയാണ്. ഇതുപോലെ ഹൃദയം തകർന്ന കുടുംബനാഥന്മാരുണ്ട്. ഇതുപോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൽക്കാന എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാര്, പേര് ഹന്നായും പെനീനായും. ഹന്നായിക്ക് മക്കൾ ഇല്ലായിരുന്നു, പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. പലപ്പോഴും ഈ പെനീന സ്ത്രീകളുടെ അതേ സ്വഭാവം. ഇന്നത്തെ സ്ത്രീക്കും അന്നത്തെ സ്ത്രീക്കും സ്വഭാവത്തിന് ഒരു വ്യത്യാസമില്ല. കാരണം നല്ല കുത്തുവാക്ക് പെനീന ആർക്കിട്ട് കൊടുക്കും? ഹന്നായിക്കിട്ട് കൊടുക്കും. നിങ്ങൾ കുത്തുവാക്കൊന്നും പറയത്തില്ലേ? പറയും. അമ്മച്ചി ഒരു തലയാട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പെനീന നിരന്തരമായിട്ട് നല്ല എടി നീ പ്രസവിക്കാനൊന്നും പോകുന്നില്ല, നിന്റെ ഉദരം മന്ദിവ, അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല ഡയലോഗൊക്കെ പറയും. ഈ പാവം ഹന്നായിക്ക് ഭയങ്കര സങ്കടമാണ്, മക്കളില്ലാത്ത വിഷമാണ്. ഒരു ദിവസം എൽക്കാന എവിടെയൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ ഹന്നായി ഇങ്ങനെ സങ്കടപ്പെട്ട് മുഖമൊക്കെ വീർപ്പിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുക. എൽക്കാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1 സമൂവേൽ 1:8 ആണെന്നാണ് എൻ്റെ ഓർമ്മ വചനം. ഹന്ന ഭർത്താവ് എൽക്കാനോട് ചോദിച്ചു, ഹന്ന നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിൽ ഉപരിയല്ലേ. എത്ര മനോഹരമായ ഡയലോഗാ. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉപരിയല്ലേ. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ എന്തിനാ ദുഃഖിക്കുന്നത്? 10 പുത്രന്മാരെക്കാൾ ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത്രമാത്രം എനിക്ക് നിന്നെ സ്നേഹമാ, നിന്നെ ഇഷ്ടമാണെന്ന് ഒറ്റ ഡയലോഗ് എൽക്കാന അടിച്ചു. പാവം ഹന്നായുടെ കണ്ണ് തള്ളിപ്പോയി. സൂപ്പർ ഡയലോഗ്, കൊള്ളാമല്ലോ. ഭർത്താവിൻ്റെ ഇതുപോലെ സ്നേഹിക്കുന്ന പിള്ളേരില്ലാഞ്ഞിട്ടും അവളുടെ കണ്ണുനീര് അപ്പം നിന്നു. അവൾ കണ്ണുനീരൊക്കെ തുടച്ചു. അവൾ സന്തോഷമായി. പിറ്റേ ദിവസം അവള് ദേവാലയത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയാ. കുമ്പിട്ടിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്, മുഖം വിറയ്ക്കുന്നുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ അത് കണ്ടു. പുരോഹിതൻ അവളെ നോക്കി. ഇത് കൊള്ളാമല്ലോ, വെളുപ്പാങ്കാലത്ത് ഒരു പെങ്കൊച്ചു വന്നിരുന്ന് മുഖമൊക്കെ വിറച്ച് ഇങ്ങനെ കരയുന്നു. അവൾ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചതാണോ? ഒരു സംശയം. ഏലി പുരോഹിതൻ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, മോളെ നീ രാവിലെ മദ്യപിച്ചിട്ട് ഉന്മത്തയായിട്ടിരിക്കുകയാണോ? ഇതെന്താ ഈ ലഹരി? ഒന്നേ അവൾ പറയുകയാണ്, പ്രഭു എനിക്ക് മക്കളില്ല, ഞാൻ വളരെയേറെ മനോവേദന അനുഭവിക്കുന്നതാണ്. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല. അടുത്ത വചനം, കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഏതാ? കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, എൻ്റെ കണ്ണുനീര്, എൻ്റെ സങ്കടം ഞാൻ പങ്കുവെക്കുകയായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളില്ല. കർത്താവിൻ്റെ അഭിഷിക്തൻ അവളെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കും. അതുപോലെ സംഭവിച്ചു. പിറ്റേ വർഷം അവൾക്ക് സാമുവേൽ എന്ന ആദ്യത്തെ മകൻ ജനിച്ചു. അവനെ ദൈവത്തിനായിട്ട് അവൾ കൊടുത്തു. അതിനുശേഷം 5 മക്കളെ കൂടെ പ്രസവിച്ചു. ഹന്ന മൊത്തം 6 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഹല്ലേലൂയ. അവളുടെ കണ്ണുനീരിന് കർത്താവ് ഒരു വിരാമം ഇടുകയാണ്. അവളുടെ സഹനത്തിന് ഒരു അവസാനമുണ്ടായി. അവൾ ആഗ്രഹിച്ചിടത്തോളം മക്കളെ അവൾക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ എൽക്കാന എന്ന മനുഷ്യൻ്റെ ആ വലിയ സ്നേഹം, മക്കളില്ലാതിരുന്നിട്ടും ഹന്നായോട് ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്കൊന്ന് പെനീനായെ സ്നേഹിച്ചിട്ട് കൂടുതൽ ഹന്നായെ സ്നേഹിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഹൃദയത്തിൽ സ്നേഹമായിരുന്നു. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു വികാരമാണത്. സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ട്, ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും കാണിക്കുന്ന കാര്യമല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറയുന്ന വലിയ ഒരു സ്നേഹം.
ഞാൻ ഓർക്കണം, ഒരിക്കൽ നമ്മുടെ ഒരു ധ്യാനം, താമസമുള്ള ധ്യാനം നടക്കുക. ആ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ആലപ്പുഴ സ്വദേശിയാണ്. കുറേ വർഷം മുൻപ് ആ മനുഷ്യന് ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചർ, 3 മക്കൾ. മൂത്ത മകൻ മെഡിസിന് പഠിക്കുന്നു, ഒരാൾ എഞ്ചിനീയറിങ്, മോള് എന്താ നല്ല കോഴ്സും നല്ല പഠിക്കുന്ന കുട്ടികളാണ്. മക്കളെല്ലാവരും ബാംഗ്ലൂരാണ്. ഈ സഹോദരിക്ക് ആദ്യം ക്യാൻസർ വന്നു ബ്രസ്റ്റൊക്കെ നീക്കം ചെയ്തു. പിന്നീട് 9 വർഷം കൂടി അവൾ ജീവിച്ചു. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ അത്രമാത്രം ഹൃദയം കൊണ്ട് വലിയ സ്നേഹമായിരുന്നു. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഒറ്റക്കാക്കിയിട്ട് എൻ്റെ ജീവിത പങ്കാളി അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി. എനിക്കത് താങ്ങാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയായിരുന്നില്ല. അദ്ദേഹം പറയുകയാണ്, മക്കള് ശവടക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാവരും സങ്കടത്തിലാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ട് മക്കളും പഠിക്കണം, അവരങ്ങോട്ട് പോയി. വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, പ്രായമുള്ള അമ്മച്ചി. അങ്ങനെ വലിയ ഒരു സങ്കടത്തിൽ വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കിതങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കണം. അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു മാരുതി 800 കാറുണ്ട്, ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ കാറ് എടുത്തിട്ട് നേരെ പോവുകയാണ്. എന്തിനെന്നറിയോ? മരിക്കാൻ. ഏതെങ്കിലും ഒരു ബസ്സുമായിട്ട് ഇടിച്ച് മരിക്കുക. വീട്ടുപോയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സോട്ട് കയറി അങ്ങ് ഇടിപ്പിച്ചോ വണ്ടി മൊത്തം തകർന്നു. അദ്ദേഹത്തിന് കുറച്ച് പരിക്കൊക്കെ പറ്റി ആശുപത്രിയിലായി, മരിച്ചില്ല. അത് ഇച്ചിരി കടുകയായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അത്രമാത്രം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു, ഒരു ഹൃദയമായിരുന്നു, ഒരു മനസ്സായിരുന്നു. അവളുടെ വേർപാട് എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു. ഞാൻ ഈ പറയുന്നൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഓരോ പച്ച മനുഷ്യൻ്റെ അനുഭവങ്ങളായി പങ്കു. ഇതുപോലെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചിരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കാൻ സാധിക്കണം. ഭർത്താവിന് ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു സ്നേഹത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ വരണം. കുടുംബ ജീവിതത്തിലേക്ക് ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്നേഹിക്കാൻ വേണ്ടി. 2 വ്യക്തികളെ കർത്താവ് ഒന്നിച്ചു ചേർക്കുക, സ്നേഹിക്കാൻ വേണ്ടി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.